So in this video we'll be sharing how to create these types of photos. So ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഫോട്ടോസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും എടുക്കാൻ പറ്റും. സോ ഫോട്ടോസിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ലൈക്ക് ക്യാൻവയിൽ ഉപയോഗിക്കാം. ക്യാൻവയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻവ ഞാൻ പറഞ്ഞുതരാം. ക്യാൻവയിൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ യൂസ് ചെയ്യാം. ആൻഡ് ഐ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പാണ് ഓഫ് കോഴ്സ്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ആഫ്റ്റർ ദിസ് ഇൻട്രോ. ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫോട്ടോയിനും അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ലൈക്ക് അതിനെ പറ്റിയൊരു എഡിറ്റ്സ് ചെയ്യണം. സോ അതിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റെഫറൻസ് എങ്കിലും എടുത്തു വയ്ക്കണം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ആൻഡ് യു ക്യാൻ മോഡിഫൈ ഓൺ ദാറ്റ് ഇമേജ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ റൈറ്റ് നൗ. സോ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഫോട്ടോസ് ഇപ്പം തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ Ctrl+O കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. സോ ഇതിൻ്റെ അകത്തൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാം ഒറ്റ പേജിൽ തന്നെ ആക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഒരു എളുപ്പപ്പണി പറഞ്ഞുതരാം. സോ അതിന് വേണ്ടി നിങ്ങളുടെ മൂവ് ടൂൾ എടുക്കുക, നേരെ നിങ്ങളുടെ ആദ്യത്തെ ഫോട്ടോ എടുക്കുക, അടുത്ത പേജിലോട്ട് ഇടുക. സോ അങ്ങനെ ഇപ്പം എനിക്ക് ഈ ഫോട്ടോയിൽ നിന്ന് നേരെ അടുത്ത ഫോട്ടോയിലിട്ട് അങ്ങനെ മാറി മാറി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറ്റ പേജിൽ തന്നെ സാധനങ്ങൾ വരും. ആൻഡ് നിങ്ങൾക്കൊരു ന്യൂ പേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് എല്ലാം കൂടി പേസ്റ്റ് ചെയ്താൽ മതി. സോ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഓവർലാൻ്റെ ലൈക്ക് എന്തോ പറയുക പേജും കൂടിയേ ഉള്ളൂ. സോ അതിന് വേണ്ടി നമ്മൾ 4 സെലക്ട് ചെയ്യണം, എന്നിട്ട് അതും ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യണം. സോ നമ്മുടെ ഫോട്ടോസ് ഇപ്പം തന്നെ ഫില്ലായി. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ന്യൂ പേജ് ഉണ്ടാക്കണം. സോ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+N കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ പേജ് ഫോം ചെയ്യാം. സോ അതിന് വേണ്ടി ഞാൻ എൻ്റെ Ctrl+N കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ ഒരു സൈസ് എടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഇത്ര നേരം ചെയ്ത ലൈക്ക് നിങ്ങൾ ഇത്ര നേരം ഒറ്റ പേജിലോട്ട് കൊണ്ടുവന്നില്ല, അത് മൊത്തത്തിൽ എടുത്തിട്ട് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അതെടുത്ത് ഞാൻ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് എല്ലാ ലെയറും ഒറ്റ ഒരെണ്ണത്തിൽ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ഇനി സൈസ് വെക്കണം. സോ അതിന് Ctrl കൊടുത്തിട്ട് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫോട്ടോയിൻ്റെ സൈസ് എത്രയുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവും. ഞാനത് കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ഗൈസ്. ഓക്കെ ഡൺ. ആൻഡ് Ctrl+0 കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫിറ്റ് ആവും. സോ അതാക്കാൻ വേണ്ടി അതാക്കി. ആൻഡ് നൗ ഈസ് ദ മെയിൻ പാർട്ട്. സോ അതിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോസ് ഇപ്പോൾ എടുത്തിട്ടില്ലേ അത് നേരെ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യുക, ഇപ്പം പ്ലേസ് ചെയ്യുക. സോ അതിന് വേണ്ടി ഫസ്റ്റ് എൻ്റെ ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കുക. കഴിഞ്ഞിട്ട് അടുത്ത ഫോട്ടോ എടുത്തു, അതും ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കുക. അടുത്ത ഫോട്ടോ എടുത്ത് അതും ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കുക. ഇതും എടുത്ത് ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ഫോൾഡർ ആയതുകൊണ്ട് ലൈക്ക് ഒരു ഇമേജ് ആയതുകൊണ്ട് നമ്മളത് എടുത്തിട്ട് നേരെ മുകളിൽ കൊണ്ട് വയ്ക്കുക. നീണ്ട് നിവർന്ന് വെച്ചിട്ട് അത് ലോക്ക് അടിച്ച് വയ്ക്കുക. ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് സേവ് ലൈക്ക് റീനെയിം ചെയ്ത് വയ്ക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് പേര് മാറ്റി ഓവർലേ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് പേര് മാറ്റാൻ എല്ലാം ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ എനിക്ക് 5th ലെയർ ചൂസ് ചെയ്യേണ്ടത്. 5th ലെയർ എൻ്റെ ഫോട്ടോ തന്നെയാണ്. സോ അതെടുത്തിട്ട് നേരെ ഒരു കറക്റ്റ് പ്ലേസിൽ കൊണ്ട് വയ്ക്കുക. സാധനം ഒന്ന് ചെറുതാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ നേരെയാക്കുക. ആൻഡ് അടുത്ത ഫോട്ടോ എടുക്കുക, അതും സെയിം എടുക്കുക, സെയിം ആസ്, എന്നിട്ട് കറക്റ്റായിട്ട് വയ്ക്കുക. കറക്റ്റ് അതിൻ്റെ അകത്തേക്ക് വയ്ക്കുക, ക്രോപ്പ് ചെയ്യുക, സാധനം അടുത്തേക്ക് താപ്പോട്ട് ഡ്രാഗ് ചെയ്യുക. ആൻഡ് അടുത്ത ഫോട്ടോ എടുക്കുക, അത് തന്നെ ചെയ്യുക, ലൈക്ക് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഇതിപ്പോൾ കീബോർഡിൻ്റെ ഫോട്ടോയാണ്. സോ അതിന് വേണ്ടി ഞാൻ ഫോട്ടോ എടുത്തു, എന്നിട്ടത് ട്രാൻസ്ഫോം സ്മോൾ ആക്കാം. അത് ഞാൻ കറക്റ്റ് സൈസാക്കി. അതും കറക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സോ അത് ശരിയാക്കി. ഓക്കെ. ആൻഡ് അടുത്ത ഫോട്ടോ എയർപോർട്ട്സിൻ്റെ തന്നെ. നിങ്ങളത് എടുക്കുക, സാധനം നേരെ ആക്കുക, കറക്റ്റ് കൊണ്ടുപോയിട്ട് ആവശ്യമുള്ള സ്ഥലം വയ്ക്കുക, അല്ലെങ്കിൽ ചെറുതാക്കുക. ഇതിലേതെങ്കിലും ഒരു പരിപാടി ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മെയിൻലി അബൌട്ട് മേക്കിംഗ് യുവർ ഫോട്ടോ ഇൻ ടു എ സിംഗിൾ പേജ്. ആൻഡ് അതിനു വേണ്ടി ഞാനൊരു ചെറിയ പണി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരെ കീബോർഡിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പണി എളുപ്പമാവും. ആ ഫോട്ടോ എടുത്ത് കുറച്ച് സപ്പോർട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയും ക്ലിയർ ആയി കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബെഡിൻ്റെ സാധനം വേണ്ടെങ്കിൽ നിങ്ങൾ ഒരു കറ്റ കാര്യം ചെയ്താൽ മതി. അതിനു വേണ്ടി നിങ്ങളുടെ ബെഡിൻ്റെ ലെയർ ഏതാണോ അത് കൊണ്ടുപോയിട്ട്, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സോ എൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ മുകളിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അൺലോക്ക് ചെയ്ത് നമ്മുടെ ഓവർലാൻഡ് ലെയർ എടുക്കുക, അത് അൺലോക്ക് ചെയ്യുക. എന്നിട്ട് നേരെ അതിൻ്റെ നടുക്കത്ത് കൊണ്ട് വയ്ക്കുക. സാധനം വലുതാക്കുക. അങ്ങ് വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ് അതിനനുസരിച്ച് സെയിം ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ക്രോപ്പ് ചെയ്തു, ഒരു സൈഡ് ചെയ്തു, ഇനി അടുത്ത സൈഡും ചെയ്യുക. ആൻഡ് അത് എളുപ്പമായി. ആൻഡ് അതിൻ്റെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ പുളി. എൻ്റെ ഇത് ഒരു ക്ലാരിറ്റി ചെറുതായിട്ട് പോയിട്ടുണ്ട്. സോ അതിനൊന്നും ചെയ്യണ്ട. പിന്നെ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. വരുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം നമ്മൾ ചെയ്തില്ലേ, ലൈക്ക് അൺലോക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വലുതാക്കുക, ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിൻ്റെ ആ പിക്സൽസ് അങ്ങ് മാറി കിട്ടും. എനിക്കിത് പോകുന്ന കണക്കൊരു ലക്ഷണമില്ല. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ലൈക്ക് ഈ ഓവർലേ ആഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ വേറൊരു ഓവർലേ എടുക്കുക, എന്നിട്ട് അത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. സോ ഇപ്പോൾ ഈ ഒരു ക്ലാരിറ്റി പോയതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടി അപ്ലോഡ് ചെയ്തുകൊണ്ട്, സോ അതിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്യണ്ട. നിങ്ങളുടെ ചെയ്തതുകൊണ്ട് അടുത്ത ഈ ഒരു നിങ്ങളുടെ ഓവർലാൻഡ് സെപ്പറേറ്റ് എടുക്കുക, ഏതിനും മണ്ടയ്ക്ക് കൊണ്ട് വയ്ക്കുക. ആൻഡ് അത് പ്ലേസ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ ഓവർലാൻഡൊക്കെ ഇതിൻ്റെ അകത്ത് ബ്ലെൻഡ് ഓപ്ഷൻ്റെ അകത്ത് സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഓർ ലൈറ്റിന് എടുക്കുക. ഞാൻ സ്ക്രീനാണ് എടുക്കുന്നത്. ആൻഡ് സ്ക്രീൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പം. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി റീഅറേഞ്ചിങ് കൊണ്ടുവരണം എന്നുണ്ട് എനിക്ക്. സോ അതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് ഇത് ലോക്ക് ചെയ്ത് വെച്ചു. ഇത് ലോക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫോട്ടോ കുറച്ച് മുകളിലോട്ട് കൊണ്ടുവരണം. ആൻഡ് ദിസ് കീബോർഡ് ഷുഡ് ബി ഡൗൺ. സോ അതിനു വേണ്ടി എൻ്റെ ഫോട്ടോ നേരെ നടുക്കത്ത് കൊണ്ടുവയ്ക്കാം. ഈ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും എളുപ്പവും. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് വയ്ക്കാം. ആൻഡ് ദിസ് ഫോട്ടോ ഷുഡ് ബി ഇതിൻ്റെ അടിയിൽ. ഓക്കെ. ഈ ഫോട്ടോ നമുക്ക് കുറച്ച് മുകളിലോട്ടാക്കാം. എന്നിട്ട് ഇത് കുറച്ച് സൈഡാക്കാനുണ്ട്. കറക്റ്റായിട്ട് സാധനം നമ്മുടെ ലൈക്ക് ക്രോപ്പ് ചെയ്ത സാധനം ഇനി സെറ്റാക്കിയാൽ മതി. സോ അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓവർലേ സെലക്ട് ചെയ്ത് അൺലോക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു ലൈക്ക് നിങ്ങളത് കുറച്ചുകൂടി വലുതാക്കി കൊടുക്കണം എന്തായാലും. കാരണം ടെക്സ്റ്റ് പിന്നെ കാണാൻ പോലും പറ്റത്തില്ല, അതാ പ്രശ്നം. സോ അത് കുറച്ച് വലുതാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള സ്ഥലത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. കുറച്ചുകൂടി ഈ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കുള്ള സൈഡ് കൊടുക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി കീബോർഡ് ഞാൻ മുകളിലോട്ട് കൊണ്ടുവരാം. കീബോർഡ് ഞാൻ ഒന്നെങ്കിൽ മുകളിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇതെടുത്ത് എൻ്റെ ഫോട്ടോ എടുത്ത് കുറച്ച് താപ്പോട്ട് കൊണ്ടുവരാം. മോർ ബെറ്റർ, ഐ മീൻ മച്ച് ബെറ്റർ. ഓക്കെ. ഓരോ ഞാൻ കുറച്ച് സാധനം മുകളിലോട്ട്, അത് കുറച്ച് സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം എടുക്കുക, നേരെ സാധനം എടുക്കുക, നേരെ റൈറ്റ് ആക്കുക. പിന്നെ നമ്മൾ അൺലോക്ക് ചെയ്ത് ലെയർ എടുക്കുക, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് ലെയർ എടുക്കുക, സെറ്റാക്കുക. സാധനം ചെറുതാക്കുക, നടുക്കത്ത് കൊണ്ട് കറക്റ്റ് പ്ലേസ് ചെയ്യുക. സോ അതിനൊരു പ്രത്യേക ഒരു ഇതുണ്ടാവും.
ആൻഡ് ഇത് എന്നിട്ട് ലോക്ക് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ബ്ലർ ലൈക്ക് നമ്മുടെ ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരണം. സോ അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ ക്രോപ്പ് ചെയ്യണം. ഈ ഭാഗം എടുക്കണ്ട, ക്രോപ്പ് ചെയ്യണം. സോ അതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് അവിടെ നിന്ന് സിമ്പിൾ, താഴേന്ന് മുകളിലോട്ട് അവിടെ നിന്ന് സിമ്പിൾ. ഓക്കെ, അയ്യോ ഇത് ഇച്ചിരി കൂടിപ്പോയി. ആൻഡ് നൗ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഞാൻ ഇമേജസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിനൊരു ഗ്ലോ എഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ സാധനം എടുക്കണം, ബാക്കിയുള്ള ലെയേഴ്സ് എടുത്ത്. മറ്റേത് ടെക്സ്റ്റ് എന്തായാലും നമ്മുടെ ലോക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനും കൂടി ലൈറ്റ് കൂടും. സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധനം മേജ് ചെയ്യണം. മേജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഗോഷൻ ബ്ലറിൻ്റെ അകത്ത് തന്നെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് 3 കൊടുക്കണം, 3 or 2 കൊടുക്കുക. ആൻഡ് ഇത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾ വേറൊരു ഇമേജ് കൊടുക്കണം. അതിന് മുമ്പ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത മണ്ടത്തരായി പോകും. സോ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫിൽറ്റർ കൊടുത്തിട്ട് ഗോഷൻ ബ്ലർ കൊടുക്കുക. ആൻഡ് ദിസ് വിൽ ബി ഈസി. ആൻഡ് മേളിച്ച് നമ്മൾ ലൈക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുത്തിട്ടില്ലേ, അത് നമ്മൾ നോർമലിന്ന് ലൈക്ക് നമ്മുടെ ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റേ ബ്ലെൻഡ് ഓപ്ഷനിൽ നിന്ന് നമ്മൾ നോർമലിന്ന് നേരെ നമ്മളെ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ലൈറ്റ് ഭയങ്കര പ്രകാശം വരും. ആൻഡ് ഞാൻ ലൈറ്റും കൊടുക്കുക, കുറച്ചുകൂടി ഫെയ്ഡ് കൊണ്ടുവരണം. സോ അതിന് വേണ്ടി ഞാൻ ലൈറ്റ് എടുത്തു. ആൻഡ് നൗ ഇറ്റ്സ് പെർഫെക്റ്റ്. എന്നിട്ട് ഇതെല്ലാം കൂടി മേജ് ചെയ്യുക. ആൻഡ് നൗ യു ക്യാൻ സീ. സോ ഇങ്ങനെയാണ് ഞാൻ ഇമേജ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ Ctrl+Shift+Alt+W എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഏതോ യു ക്യാൻ സേവ് ഇറ്റ് ഇൻ PNG ഓർ JPEG. സോ അതിൻ്റെ അകത്ത് ഞാൻ JPEG എടുക്കുക. JPEG എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോൾഡറിലോ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നേരെ എടുക്കുക, സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ആൻഡ് ഇറ്റ്സ് സേവ്ഡ് റൈറ്റ് നൗ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇമേജസ് ചെയ്യുന്നത്. ആൻഡ് നൗ കമ്മിങ് ടു ദ വീഡിയോസ്, ലെറ്റ്സ് ഗോ. ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഡിസൈൻ നമ്മൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ഡിസൈൻ നിൽക്കുക. സോ അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ലൈക്ക് എന്താ പറയുക സൈസുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന് വേണ്ടി നിങ്ങൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എടുക്കണം. സോ സ്റ്റോറി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർ കറക്റ്റായിട്ട് സൈസ് വെച്ച് തരും. ആൻഡ് നിങ്ങൾ അപ്ലോഡ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഓൾറെഡി എൻ്റെ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഞാൻ എടുക്കുക, ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. സെയിം. ആൻഡ് നമ്മൾ സെയിം തന്നെ എല്ലാത്തിനും ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കാണെങ്കിൽ ജസ്റ്റ് സെയിം കൊടുത്താൽ മതി, സാധനം റെഡിയാവും. ആൻഡ് നിങ്ങൾക്ക് ഒരു ഫോട്ടോ അതിൻ്റേതായ സൈസിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയാവും. ആൻഡ് ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയും ഒരു മൂലയ്ക്ക് കൊണ്ട് സെറ്റാക്കുക, നേരെ അതും ഇതാക്കും, ലൈക്ക് ഒരു സൈസിൽ കൊണ്ടുവരിക. അടുത്ത വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കുക. ദെൻ അത് പൊസിഷൻ നിൽക്കുക. പൊസിഷൻ നിൽക്കിയെന്ന് വെച്ചാൽ നിങ്ങളുടെ പണി എന്തായാലും എളുപ്പവും. ആൻഡ് പൊസിഷൻ നിൽക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് ഉണ്ടാവും, ഫോർവേഡ് ഉണ്ടാവും. ബാക്ക്വേർഡ് നെക്കി കഴിഞ്ഞ് നിങ്ങളുടെ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ താപ്പോട്ട് വരും. ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് പിന്നെ സെറ്റാക്കി. ഓക്കെ, നിങ്ങളുടെ സാധനം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ സത്യം പറഞ്ഞ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു കറക്റ്റ് സെൻറ്റർ വെച്ച് കൊടുക്കാം. സോ അത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എലിമെൻറ്റ്സോ ടെക്സ്റ്റോ അവയെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ആൻഡ് ഞാനിപ്പോൾ ഒരു എലിമെൻറ്റ് ആഡ് ചെയ്യാൻ പോലെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ഞാനിപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ സെയിം തന്നെ ഞാൻ ഒന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. എനിക്കത് ആഡ് ചെയ്യണമെന്ന് തോന്നി. ഫണ്ടിനൊരു ഇതിന് വേണ്ടി ഞാൻ ഇത് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ട്. സോ റൊട്ടേറ്റ് ചെയ്യുക. ജസ്റ്റ് 180 ഡിഗ്രിയിൽ നമ്മൾ -180 ഓക്കെ കറക്റ്റായി. സോ അത് അത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റാവും. കുറച്ച് സപ്പോർട്ട് കൊണ്ടുവരണം. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാണ്ട് തന്നെ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സപ്പോർട്ടാക്കട്ടെ. പക്ഷെ പണി പിന്നെയും വരുന്നുണ്ട് ഗൈസ്. കറക്റ്റ് സൈസ് കഴിക്കുക, അതാ കുറച്ചുകൂടി ബെറ്റർ. സോ നടുക്കത്ത് തന്നെ സാധനം വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ ഗ്രേഡിങ് കൊടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പ്രീമിയർ പ്രോ ചെയ്യുക, നേരെ സാധനം റെഡിയാക്കുക, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ പണി. സോ എന്നിട്ട് നിങ്ങൾ വീഡിയോ ക്വാളിറ്റി എടുക്കുക. MP4 വീഡിയോ ടൈപ്പ് ആയതുകൊണ്ട് ആ സാധനം എടുക്കുക. ആൻഡ് ക്വാളിറ്റി നിങ്ങൾ നേരെ സെറ്റ് ചെയ്താൽ മതി. ആൻഡ് അതിന് പ്രോ എടുക്കണം. ഡെയിലി കാശില്ല ഗൈസ്, അല്ലെങ്കിൽ എടുത്താൽ തന്നെ.
ആൻഡ് അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡ് എടുക്കുക. ഡൗൺലോഡിൽ നേരെ ഞെക്കി കഴിഞ്ഞ് സാധനം നേരെ നമ്മുടെ ഡൗൺലോഡിലോട്ട് തന്നെ നേരെ സാധനം അപ്ലോഡ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഹൗ വി എഡിറ്റ് ദീസ് ടൈപ്സ് ഓഫ് 3-in-1 or 4-in-1 pics and videos. സോ ഇങ്ങനത്തെ ടൈപ്പ് എഡിറ്റ്സ് ലൈക്ക് ഇത്രയും സിമ്പിളാണ്. സോ സിമ്പിൾ. ഇറ്റ്സ് ലൈക്ക് 2 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. ആൻഡ് ഞാൻ ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി നിൽക്കുക. നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ യൂസ്ഫുൾ ആവുമായിരിക്കും. ആൻഡ് സ്റ്റേ ക്രിയേറ്റീവ്, സ്റ്റേ ക്ലിക്ഡ്. ബൈ.